ഈ വർഷത്തെ വിഷുവിന് ജ്യോതിഷത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. ജീവിതത്തിൽ പല വിധത്തിലുള്ള മാറ്റങ്ങളാണ് ഓരോ നിമിഷവും സംഭവിക്കുന്നത്. അതിനെല്ലാം തന്നെ ജ്യോതിഷവും സാക്ഷിയാവുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഒരു വർഷത്തെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. 2025 ഏപ്രിൽ 14 മുതൽ 2026 ഏപ്രിൽ 14 വരെ ഓരോ നക്ഷത്രക്കാർക്കും എപ്രകാരമാണ് ഫലങ്ങൾ, എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ എന്ന് നമുക്ക് നോക്കാം. മീനം രാശിയിൽ നിന്ന് മേടം രാശിയിലേക്കുള്ള സൂര്യൻ്റെ മാറ്റം അനുസരിച്ചാണ് വിഷു ദിനത്തെ കണക്കാക്കുന്നത്. ഈ മാറ്റം അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രക്കാരിലും കാര്യമായ സ്വാധീനം ചെലുത്തുന്നു. ഇത് ഏതൊക്കെ തരത്തിൽ നിങ്ങളെ ബാധിക്കുന്നു എന്ന് നോക്കാം. മേടക്കൂറ്. മേടക്കൂറിൽ വരുന്ന 3 നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ എല്ലാം തന്നെ അനുകൂലമായിരിക്കും. മാത്രമല്ല സാമ്പത്തിക സ്ഥിതിയും മികച്ചതായിരിക്കും. വിവാഹത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമാവും. അനാവശ്യ ചിലവുകൾക്ക് പരിഹാരം കാണാൻ സാധിക്കും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വർദ്ധിക്കും. വിദേശയാത്രകൾക്ക് അനുകൂലമായ സമയമാണ്. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വർദ്ധിക്കും. സാമ്പത്തിക സ്ഥിതി മികച്ചതായിരിക്കും. ആരോഗ്യം മികച്ചതായിരിക്കും. ഇടവക്കൂറ്. ഇടവക്കൂറിൽ വരുന്ന 3 നക്ഷത്രക്കാർക്ക് അനുകൂലമായ വർഷമാണ് ഈ വിഷുവർഷം നൽകുന്നത്. ഏറെ കാലമായി അലട്ടിയിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതിന് സാധിക്കും. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് മികച്ച സമയമാണ്. ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. വിദേശയാത്രയോഗം കാത്തിരിക്കുന്നു. മിഥുനക്കൂറ്. മിഥുനക്കൂറിൽ വരുന്ന 3 നക്ഷത്രക്കാർക്ക് ഈ വിഷുവർഷം അനുകൂലമായി വരുന്നു. വിവാഹത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമാവും. അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കേണ്ടതാണ്. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും. ദാമ്പത്യ ജീവിതത്തിലെ എല്ലാ തരത്തിലുള്ള സന്തോഷവും നിലനിൽക്കുന്ന സമയമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ മികച്ച സമയമാണ്. കർക്കിടകക്കൂറ്. കർക്കിടകക്കൂറിൽ വരുന്ന 3 നക്ഷത്രക്കാർക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്ന ഒരു വർഷമാണ് ഈ വിഷുവർഷം. പല കാര്യങ്ങൾക്കും അനുകൂലമായ മാറ്റങ്ങൾ തേടിയെത്തുന്നു എന്നതാണ് സത്യം. എങ്കിലും ചെറിയ അശ്രദ്ധയുണ്ടാവുന്നത് പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ വെല്ലുവിളികൾ വർദ്ധിപ്പിക്കും. വിദേശയാത്ര സംബന്ധമായ പല കാര്യങ്ങളും അനുകൂലമായി വരും. കാലങ്ങളായി നോക്കിയിരിക്കുന്ന പല കാര്യങ്ങളും പൂർത്തീകരിക്കപ്പെടും. ചിങ്ങക്കൂറ്. ചിങ്ങക്കൂറിൽ വരുന്ന 3 നക്ഷത്രക്കാർക്കും വിഷുവർഷത്തിൽ നേട്ടങ്ങളുണ്ടാവും. ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും ചെയ്തു തീർക്കുന്നതിന് സാധിക്കുന്ന വർഷമാണ് ഈ വിഷുക്കാലം. സാമ്പത്തിക പുരോഗതി പല കാര്യങ്ങളിലും ഉണ്ടാവും. അലട്ടിക്കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നതിന് സാധിക്കും. സന്താന സൗഭാഗ്യത്തിന് യോഗം കാണുന്നു. ആരോഗ്യം മികച്ചതാകും. സന്തോഷകരമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ തേടിയെത്തുന്ന വർഷമാണ് എന്നതിൽ സംശയം വേണ്ട. കന്നിക്കൂറ്. കന്നിക്കൂറിൽ വരുന്ന 3 നക്ഷത്രക്കാർക്ക് പല കോണിൽ നിന്നും പണം തേടി വരും. പലപ്പോഴും സാമ്പത്തിക സ്ഥിതിയിൽ നിങ്ങളെ വെല്ലാൻ ആർക്കും സാധിക്കുകയില്ല. എങ്കിലും ചെയ്യുന്ന കാര്യങ്ങളിൽ ആത്മാർത്ഥതയില്ലാതാവുന്നത് കൂടുതൽ വെല്ലുവിളികളിലേക്ക് എത്തിക്കും. ഉപരിപഠനത്തിന് ഏറ്റവും അനുകൂലമായ സമയമാണ്. പല വിധത്തിലുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ നിങ്ങളെ കാത്തിരിക്കുന്ന വർഷമാണ്. തുലാക്കൂറ്. തുലാക്കൂറിൽ വരുന്ന 3 നക്ഷത്രക്കാർക്ക് ഈ വിഷുവർഷം ഭാഗ്യവർഷമാണ്. പലപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ജീവിതം മാറിമറിയും. മക്കളുടെ നേട്ടങ്ങളിൽ അഭിമാനം കൊള്ളുന്നവരായിരിക്കും ഈ നക്ഷത്രക്കാർ. സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് കാര്യങ്ങളെല്ലാം കൃത്യമായി കൈകാര്യം ചെയ്യുന്നതിന് സാധിക്കും. സാമ്പത്തിക ബാധ്യതകൾ എല്ലാം തന്നെ ഇല്ലാതാവും. ഭാഗ്യം കൂടെയുള്ളതിനാൽ അത് നിങ്ങളെ തേടിയെത്തും. വൃശ്ചികക്കൂറ്. വൃശ്ചികക്കൂറിൽ വരുന്ന 3 നക്ഷത്രക്കാർക്ക് കുടുംബത്തിൽ പല വിധത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കും. സാമ്പത്തിക സ്ഥിതി മികച്ചതായിരിക്കും. നേട്ടങ്ങൾ നിങ്ങളുടെ പടി കടന്നു വരും. പുതിയ ബിസിനസ് സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിന് സാധിക്കുന്ന സമയമാണ്. അതെല്ലാം തന്നെ അനുകൂലമായി മാറുന്നതിന് യോഗം കാണുന്നു. എങ്കിലും ഈശ്വരാധീനത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളെ വെല്ലാൻ ആർക്കും സാധിക്കുകയില്ല. ധനുക്കൂറ്. ധനുക്കൂറിൽ വരുന്ന 3 നക്ഷത്രക്കാർക്ക് ഗുണപ്രദമായ മാറ്റങ്ങൾ ഉണ്ടാവുന്ന സമയമാണ്. വിവാഹത്തിൻ്റെ കാര്യത്തിൽ അനുകൂലമായ സമയമാണ്. സൗഹൃദങ്ങളിൽ നിങ്ങൾക്ക് മികച്ച സമയമാണ്.
കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കും. ജോലി മാറ്റത്തിന് ഏറ്റവും അനുകൂലമായ സമയമാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. പ്രമോഷനും ശമ്പള വർധനവും തേടിയെത്തും. ബിസിനസ്സിന് ഏറ്റവും മികച്ച സമയമാണ് എന്നതിൽ സംശയം വേണ്ട. മകരക്കൂർ. മകരക്കൂറിൽ വരുന്ന 3 നക്ഷത്രക്കാർക്കും ജോലിയിൽ അനുകൂലമായ മാറ്റങ്ങൾ തേടിയെത്തും. തടസ്സങ്ങളെല്ലാം തന്നെ ഇല്ലാതാവുന്നതിന് യോഗം കാണുന്നു. പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം നിറയ്ക്കും. പഠനത്തിൽ മികവ് തേടിയെത്തും. കോടതി സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂലമായ സമയമാണ് എന്നതിൽ സംശയം വേണ്ട. സാമ്പത്തിക സ്ഥിതി മികച്ചതായിരിക്കും. കുംഭക്കൂർ. കുംഭക്കൂറിൽ വരുന്ന 3 നക്ഷത്രക്കാർക്ക് അനുകൂലമായ പല മാറ്റങ്ങളും തേടിയെത്തും. എന്നാൽ സന്തോഷകരമായ മാറ്റങ്ങൾ പോലെ തന്നെ സങ്കടവും തേടിയെത്തും. സാമ്പത്തിക സ്ഥിതിയിൽ മികച്ച സമയമാണ്. സന്താന സൗഭാഗ്യത്തിന് അനുകൂല സമയമാണ്. ദൈവാധീനം നിങ്ങൾക്ക് വിഷുവർഷം മുഴുവൻ നിലനിൽക്കും. പക്ഷേ പങ്കാളികൾ തമ്മിൽ അഭിപ്രായ ഭിന്നത നിലനിൽക്കും. വർഷാവസാനത്തിലേക്ക് അടുക്കുമ്പോൾ ഏറ്റവും മികച്ച സമയമാണ് എന്നതിൽ സംശയം വേണ്ട. മീനക്കൂർ. മീനക്കൂറിൽ വരുന്ന 3 നക്ഷത്രക്കാർക്ക് ഏറ്റവും മികച്ച സമയമാണ്. എങ്കിലും ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. പഴയ വാഹനം മാറ്റി വാങ്ങുന്നതിന് യോഗമുണ്ട്. സമാധാനവും ഐശ്വര്യവും നിങ്ങൾക്കുണ്ടാകുന്ന വർഷമാണ് ഈ വിഷുവർഷം. പല കോണിൽ നിന്നും സാമ്പത്തിക നേട്ടങ്ങൾ തേടിയെത്തും. കൃഷി സംബന്ധമായി സാമ്പത്തിക നേട്ടം തേടിയെത്തും.